നമസ്കാരം. വീണ്ടും ബൈബിളിൽ നിന്ന് രാഷ്ട്രതന്ത്രത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ. ഒരിക്കൽ മോശയുടെ അമ്മായപ്പനായ യിത്രോ മോശയെ സന്ദർശിക്കുകയുണ്ടായി. ആ സമയം ഇസ്രായേൽ ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് ചുറ്റും കൂടി നിൽക്കുന്നത് കണ്ടു. മോശയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു, എന്താണ് ഇത്രയധികം ജനങ്ങൾ നിന്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുന്നത്? അപ്പോൾ മോശ പറഞ്ഞു, അവർക്ക് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിലുണ്ട്. അത് തീർക്കുവാനും അത് പരിഹരിക്കുവാനും വേണ്ടിയിട്ട് അവർ എൻ്റെ അടുക്കൽ വന്ന് പറയും. ഞാൻ യഹോവയുടെ അരുളപ്പാട് ചോദിക്കും. അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ നിവർത്തിച്ചു കൊടുക്കും, കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. അപ്പോൾ ഇത് യിത്രോവിന് അത്രയധികം ഇഷ്ടമായില്ല. കാരണം അതിരാവിലെ മുതൽ അർദ്ധരാത്രി വരെ ഇത്ര ആളുകളെ ന്യായവിചാരണ ചെയ്യുക, അവർക്ക് ന്യായം നടത്തി കൊടുക്കുക വളരെ ബുദ്ധിമുട്ടുള്ള പണിയാണ്. അത് മാത്രമേ ചെയ്യുവാൻ സാധിക്കുള്ളൂ, വേറെ ഒന്നും അദ്ദേഹത്തെ മോശയ്ക്ക് സാധിക്കുകയില്ല. ഇത് മനസ്സിലാക്കിയ യിത്രോ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനൊരു കാര്യം ഒരു ബുദ്ധി നിനക്ക് പറഞ്ഞു തരാം. അതായത് ഇത്രയും വലിയ ജനത്തിന് വേണ്ടിയിട്ട് അവരിൽ നിന്ന് തന്നെ ന്യായാധിപന്മാരെ തിരഞ്ഞെടുക്കുക. 10 പേർക്ക് ഒരു ചുമതലക്കാരൻ, 100 പേർക്ക് വേറൊരു ചുമതലക്കാരൻ, 1000 പേരാകുമ്പോൾ വേറൊരു അധിപതി, 10,000 പേർക്ക് മുകളിൽ അവരുടെ ഒരു ലീഡർ. ഇങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിസ്സാര പ്രശ്നങ്ങളാണെങ്കിൽ അവർ തമ്മിൽ തീർക്കട്ടെ, അല്ല എങ്കിൽ 10 പേരുടെ അധിപതിയോ 100 പേരുടെയോ പ്രശ്നത്തിൻ്റെ വലിപ്പം അനുസരിച്ച് മുകളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഈ ഒരു കാര്യവും ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥിതിയുമായിട്ട് വളരെ അധികം സാമ്യം എനിക്ക് കാണുവാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി വളരെയധികം ജനങ്ങളെ ആകർഷിക്കുന്നുണ്ട്. വളരെയധികം ജനങ്ങൾ അതിൽ നിന്നും ഭാഗവാക്കാവുകയും അവർക്ക് വളരെ നല്ല കാര്യങ്ങൾ സാധിച്ചു കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ എന്തുകൊണ്ടാണ് ജനസമ്പർക്ക പരിപാടി വിജയിക്കുന്നത്? ശരിക്കും അതിൻ്റെ ആവശ്യമായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നോ വേണ്ടിയിരുന്നത്? ഞാൻ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ആ വലിയ മനസ്സിനെയും അദ്ദേഹത്തിൻ്റെ ജനസ്വീകാര്യതയും അംഗീകരിക്കുന്നു. പക്ഷെങ്കിൽ വേറെ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേടും ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നതിലുണ്ടാകുന്ന അലംഭാവവും രാഷ്ട്രീയ നേതൃത്വം അതിന് തയ്യാറാകാതിരിക്കുന്നതും ജനസേവന സന്നദ്ധത ഉദ്യോഗസ്ഥന്മാർക്കും നേതാക്കന്മാർക്കും കുറഞ്ഞു പോയതാണ് ജനങ്ങളെ ഇത്തരം വേറൊരു രീതിയിലേക്കുള്ള പരിപാടികൾ കൂടുതലായി അടുപ്പിക്കുന്നത്. അതിൻ്റെ ആവശ്യകത ഇതിന് പകരമായി വേണ്ടിയിരുന്നത് ഓഫീസുകളും ജനകീയ കാര്യാലയങ്ങളും വേണ്ട രീതിയിൽ നടത്തപ്പെടുക എന്നുള്ളതാണ്. ജനങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും ലഭിക്കുമ്പോൾ തന്നെ അത്തരം ജനകീയ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കുകയും അത് പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ ലളിതമായിട്ട് എത്രയും പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുവാൻ എളുപ്പമാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ സാങ്കേതിക സംവിധാനങ്ങൾ, രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഗവൺമെൻറ് തലത്തിലുള്ള സംവിധാനങ്ങൾ ഒരിക്കലും അതിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു തീരുമാനം പെട്ടെന്നെടുക്കുന്നതിനോ അത് ചെയ്തു കൊടുക്കുവാനോ ഉള്ള രീതിയിലല്ല വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ചോദ്യം ചെയ്യപ്പെടുകയോ പിന്നീട് അത് തീരുമാനമെടുത്ത ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ കുറ്റക്കാരനായി മാറുകയോ ചെയ്യുന്ന രീതിയിലുള്ള നിയമ സംവിധാനങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളുമാണ്. ഇതൊക്കെ മാറണം. വളരെ സാങ്കേതികമായി പുരോഗമിച്ചിരിക്കുന്ന ഈ സമയത്ത് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയറുകൾ, നടപടികൾ, കാര്യങ്ങൾ ഉണ്ടാവുകയും എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് അവർക്ക് നീതി ലഭിക്കുവാനും സേവനം ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയ തലത്തിൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനുള്ള രീതിയിൽ കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ ഭരണം നല്ല രീതിയിൽ കാഴ്ചവെക്കുവാനും ജനങ്ങളുടെ ആവശ്യങ്ങളും സേവനങ്ങളും നല്ല രീതിയിൽ നൽകപ്പെടുവാനും സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ
ഒരുമിച്ച് ആലോചിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.